ഹായ് ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മെഹജബീൻ. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വലിയ ഒരു ജോലിയിലാണ് കേട്ടോ. പൂക്കളുടെ ഒരു സെറ്റിങ്ങിലാണ്. കുറച്ച് ഓർഡർ ഉണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൂക്കൾ സെറ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർത്തു. എല്ലാവരും എന്നെ ഇടയ്ക്ക് വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട് മറന്നു പോയാലോ. പിന്നെ ഒരു ശോഭന ഹരിദാസിൻ്റെ ഒരു മെസ്സേജ് കണ്ടു, പൂച്ചയെ പിടിച്ചു മാറ്റി ഇഷ്ടമല്ലെന്ന്. ആ പൂച്ച സിംബയാണ്. സിംബ ഇല്ലാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം മാനസികമായ വിഷമത്തിലാണ്. സിംബയുടെ അമ്മ മോസി മരിച്ചു. അതുപോലെ ഇനിയിപ്പോൾ സിംബ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. കുഞ്ഞാപ്പി നാട് വിട്ടുപോയി. ആരെങ്കിലും എന്താണെന്നൊന്നും അറിയാൻ വയ്യ. കുഞ്ഞാപ്പി ഒരു വൈറ്റ് പൂച്ചയായിരുന്നു, നല്ല സ്നേഹമുള്ള പൂച്ചയായിരുന്നു. അത് പോയി. പിന്നെ ഞങ്ങൾക്ക് ആകപ്പാടെ സിംബായേ ഉള്ളൂ. സിംബ ഇപ്പം മുടിയൊക്കെ അതിൻ്റെ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഇടയ്ക്കൊരു വീഡിയോസ് ഇട്ടിരുന്നല്ലോ. പിന്നെ ചന്ദ്രമതി മാഡം എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നതിൽ വളരെയേറെ സന്തോഷം. ബാപ്പയെക്കുറിച്ച് പറഞ്ഞൊക്കെ വീഡിയോസ് എല്ലാം കാണുന്നത് ഞാൻ കണ്ടു, മെസ്സേജുകൾ കണ്ടു. ചന്ദ്രമതി മാഡം അതുപോണൊക്കെ ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞു. ഉണ്ടാക്കിയതൊക്കെ എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പിൽ ഇട്, ഞാനും ഒന്ന് കാണട്ടെ. വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താണ്ട് ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾ എന്തോ കച്ചടയാണെന്ന്. ഇതൊക്കെ നമ്മളിങ്ങനെ കയ്യെത്താ ദൂരത്തിങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഇതിനിടയ്ക്ക് അന്നേരം എല്ലാവരെയും ഈ സമയത്താണല്ലോ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇടുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടേക്കാം, നമ്മളെ മറക്കാതിരിക്കട്ടെ എല്ലാവരും. അതുപോലെ തന്നെ റോസ് എഡിറ്റ്സ് ഫ്ലവറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. റോസ് എഡിറ്റ്സിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ടു. സ്വന്തം ഫോട്ടോ ആണോ? നല്ല അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ പ്രൊഫൈൽ കണ്ടു. വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുക എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം. അതുപോലെ ലിസി ജോയി, അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സബിതയും വിൻസിയൊന്നും കാണുന്നില്ല, മിനിയെ കാണുന്നില്ല. എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ഇടയ്ക്ക് എല്ലാവരും കമൻറ്റിലൊക്കെ ഒന്ന് വാ. പിന്നെ ഞാൻ ഒരു മുല്ലപ്പൂവിൻ്റെ പിച്ചിപ്പൂവിൻ്റെ എന്ന് പറഞ്ഞൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും നോക്കണം. അതുപോലെ ആ പിച്ചിപ്പൂവിൻ്റെ കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞ് കാണാൻ പറ്റുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഒരു 10 പേരായാലും കാണാം. അത് ആഗ്രഹിച്ച് ചെയ്യാൻ വിചാരിച്ചവരായിരിക്കുമല്ലോ ആ കമൻറ്റ് ഇട്ടത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. അതിൽ വ്യൂസ് കുറവുള്ളതൊന്നും എനിക്ക് വിഷമമില്ല. കാരണം അത് ഒരു 10 പേരായാലും നമ്മുടെ ആ പൂ ചെയ്യാനായിട്ട് നോക്കുമ്പോഴായിരിക്കുമല്ലോ അത് ക്ലിയർ ആയില്ല, അത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള കമൻറ്റ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്, അവരെല്ലാം അത് കാണണം. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഇട്ടിരുന്നു, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ് കൂടെ ഇട്ടു എന്ന്. പിച്ചിപ്പൂ ചെയ്യുന്നതിൻ്റെ വീഡിയോസിനടിയിൽ. അതോടുകൂടി എൻ്റെ ഫോൺ അങ്ങ് കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ ഇന്നലെ അത് മെനങ്ങാന്നത് ശരിയാക്കി എടുത്തു. പിന്നെ ഞാൻ മൊബൈൽ കംപ്ലൈൻറ്റ് ആകുന്നതുകൊണ്ടാണ് കമൻറ്റിനെല്ലാം റിപ്ലൈ അല്ലാതെ പറയുന്നത്. ആര് കമൻറ്റ് ഇട്ടാലും അതിൻ്റെ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ ആ കമൻറ്റ്സിൻ്റെ എല്ലാം റിപ്ലൈസ് ഇടുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഒന്നുകൂടി അറിയിക്കുകയാണ്. നമ്മുടെ ശ്രീജ രമേശ് വീട് പണി എല്ലാം തീർന്നു കഴിഞ്ഞ് സ്ഥലമൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ശ്രീജ. പിന്നെ സ്ഥലം എവിടെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു കഴിഞ്ഞ കമൻറ്റിൽ. ശ്രീജ ആ വീഡിയോസ് കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസുകളെല്ലാം കാണുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ഇനി അടുത്ത കമൻറ്റുകൾ ഞാൻ നല്ലോണം ഒന്നുകൂടെ നോക്കിയിട്ടില്ല. ഇപ്പം ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ മറന്നു. ഞാൻ അടുത്ത വീഡിയോസിൽ കമൻറ്റിൻ്റെ ബാക്കി മറുപടിയൊക്കെ ഇടുന്നതാണ്. ഇതെല്ലാം ഫ്ലവർ സെറ്റിങ്ങിൻ്റെ ഒരു വീഡിയോസ് നെട്ടെന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.